ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ചില ജീവികൾ ആകസ്മികമായി നമ്മുടെ പുരയിടത്തിലേക്കോ ഭവനത്തിലേക്കോ എത്താറുണ്ട്. മറ്റുള്ള ജീവികൾ കൂട് കെട്ടി പാർത്ത ശേഷമാവാം നാം കാണുന്നത്. ചില ജീവികൾ വീട്ടിലേക്ക് എത്തുന്നത് ശുഭകരമായും മറ്റു ചിലത് അശുഭകരമായും കണക്കാക്കപ്പെടുന്നു. വീട്ടിൽ എത്തുന്ന വിവിധ ജീവജാലങ്ങളുടെ സാന്നിധ്യവും അവയുടെ പെരുമാറ്റവും അവിടെ വസിക്കുന്നവരുടെ ഭാവി എന്തായിരിക്കുമെന്ന് സൂചിപ്പിക്കും. ഇത്തരത്തിൽ ജീവികൾ വീട്ടിലേക്ക് വന്നാൽ എന്തെല്ലാമാണ് അനുഭവങ്ങൾ എന്നുള്ളത് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. ആദ്യമായി അണ്ണാൻ വീട്ടിലേക്ക് വന്നു കയറുന്നത് വളരെ നല്ലതാണ്. വിട്ടുമാറാത്ത ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉടനടി മാറാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അടുത്ത പ്രാവ്. അതീന്ദ്രിയമായ ശക്തികളിൽ നിന്നുള്ള സന്ദേശവുമായാണ് ഒരുപക്ഷെ പ്രാവുകൾ എത്തുന്നത്. നല്ല കാലം കടന്നു വരുന്നു എന്ന് ഇതിലൂടെ മനസ്സിലാക്കുക. അവയുടെ സാന്നിധ്യം കൊണ്ട് വീട്ടിൽ പുത്തനുണർവ് തന്നെ ലഭിക്കും. ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങളും അവസരങ്ങളും വന്നു ചേരുന്നതിൻ്റെ ലക്ഷണം കൂടിയാണ് പ്രാവുകളുടെ സന്ദർശനം. ഉടനടി തന്നെ ഭാഗ്യം തേടിയെത്താനുള്ള സാധ്യതയുണ്ട്. ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും കൈവിടാതെ മുന്നോട്ട് പോകാനും ജീവിതത്തെ ശുഭാപ്തി വിശ്വാസത്തോടെ നോക്കിക്കാണാനുമുള്ള പ്രചോദനമാവാൻ ഇവയ്ക്ക് സാധിക്കുന്നതാണ്. അടുത്തത് കടന്നെല്ല്. ഉപദ്രവകാരികളായ കടന്നെല്ല് കൂടുകൂട്ടുന്നത് ശത്രുദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. കറുത്ത ഉറുമ്പുകൾ കൂട്ടമായി എത്തുന്നത് പൊതുവെ ശുഭസൂചനയാണ്. വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്ന് ഇതിലൂടെ മനസ്സിലാക്കുക. അതേസമയം ഇതിന് ദോഷകരമായ മറ്റൊരു വശം കൂടിയുണ്ട്. കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമാകുമെന്ന് ഇത് സൂചന നൽകുന്നു. അടുത്തത് എലികൾ. എലികളുടെ സാന്നിധ്യം വീടിനുള്ളിൽ താമസിക്കുന്നവർക്ക് അരോചകമാണെങ്കിലും ചുണ്ടലികൾ ധനനേട്ടത്തിൻ്റെ സൂചനയാണ് നൽകുന്നത്. അതേസമയം സാധാരണ എലികളാണ് വീടിനുള്ളിൽ നിറയുന്നതെങ്കിൽ അത് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിൻ്റെ സൂചനയാണ്. അടുത്തത് തത്ത അല്ലെങ്കിൽ മൈനയൊക്കെ ഭവനത്തിൽ വന്നാൽ അത് വീടിന് ഉന്നതി ഉണ്ടാവാൻ കാരണമാകുന്നതാണ്. പക്ഷേ കൂട്ടിൽ അടച്ചു വളർത്തുന്നത് വിപരീത ഫലമാണ് നൽകുന്നത്. നായ വീടുകളിലേക്ക് കയറി വരുന്നത് കഷ്ടകാലമാണ്. ഇത് ദാരിദ്ര്യത്തിന് കാരണമാകും. വീട്ടിലേക്ക് നോക്കി നായ കുരയ്ക്കുന്നതും അത്ര നല്ല ലക്ഷണമല്ല. കുടുംബാംഗങ്ങൾ പ്രതിസന്ധി നേരിടുമെന്ന് മുന്നറിയിപ്പായി ഇതിനെ കണക്കാക്കുക. പൂച്ച വീട്ടിൽ കയറി വരുന്നത് സന്താന സൗഖ്യത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നവയാണ് പൂച്ചകൾ. അതിനാൽ കെട്ടുപാടുകളിൽ നിന്നോ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ പുറത്തു വരാൻ കുടുംബത്തിനോ കുടുംബാംഗങ്ങൾക്കോ സാധിക്കും എന്നതിൻ്റെ സൂചനയാണ് ഇവയുടെ സാന്നിധ്യം നൽകുന്നത്. അലസതയോടെ ഏറെ നേരം കിടക്കുന്നവയാണെങ്കിലും പൂച്ചകൾ ഉറക്കമുണർന്നു കഴിഞ്ഞാൽ എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കും. സമാനമായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരികയും ഊർജ്ജസ്വലത നിറയുകയും ചെയ്യും. കാലങ്ങളായി ചെയ്യാൻ മടിച്ചിരുന്ന പല കാര്യങ്ങളിലേക്കും ഇറങ്ങാനുള്ള മനോബലം നിങ്ങൾക്ക് കൈവരും. നിർഭാഗ്യം എന്നതിലുപരി അപകടകരമാണ് തേനീച്ചക്കൂട് വീടിനകത്തുള്ളത്. സൗഭാഗ്യത്തെയും സമ്പത്തിനെയും അത് ഇല്ലാതാക്കുന്നു. അടുത്തത് ചിലന്തി വീട്ടിൽ നിറഞ്ഞിരിക്കുന്നത്, അതായത് ചിലന്തി വലകൾ വീട്ടിൽ നിറഞ്ഞിരിക്കുന്നത് ദൗർഭാഗ്യം സമ്മാനിക്കും. ദാരിദ്ര്യവും ധനനഷ്ടവും എത്തുന്നതിൻ്റെ അടയാളമാണ് ചിലന്തി വലകൾ. അതിനാൽ വീടിൻ്റെ ഏതു ഭാഗത്ത് ചിലന്തി വല കെട്ടിയിരിക്കുന്നത് കണ്ടാലും ഉടൻ തന്നെ അത് നീക്കം ചെയ്യുക. വീടിനകത്ത് വവ്വാല് കടന്നു വരുന്നത് നല്ലതല്ല. അവ കൂട് കെട്ടി താമസിക്കുന്നതും നല്ലതല്ല. ഇത് ദുശ്ശകുനമായി കണക്കാക്കുക. കീരി, ഉടുമ്പ് എന്നിവ പുരയിടത്തിൽ വരുന്നത് ശത്രുവിജയത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ ആമ, ഇതധികം സാധ്യതയില്ലാത്തൊരു കാര്യമാണെങ്കിലും ആമയൊക്കെ വരികയാണെങ്കിൽ അത് ഉടൻ തന്നെ ഒരു വാഹനയോഗം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നതാണ് കരുതേണ്ടത്. അടുത്തത് പാമ്പ്.
പാമ്പ് നമ്മളെ ഭീതിപ്പെടുത്തുന്നതാണെങ്കിലും പുരയിടത്തിലേക്ക് പാമ്പ് കയറി വന്നാൽ വളരെയധികം ഐശ്വര്യം വരാൻ പോകുന്നു എന്ന സൂചനയാണ് അത് നൽകുന്നത്. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.